സ്വർഗസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നല്ലൊരു ശബാത്ത് ദിവസമാണ്. ഈ ശബാത്തിനെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ശബാത്ത് തലം. പിതാവായ ദൈവം കൽപ്പിച്ചു തന്ന കൽപ്പനയായ ശബാത്ത്, യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 20-ാം വാക്യം. ശബാത്തിനെ ഓർത്ത് ആചരിക്കുക. ഇസ്രായേലിൻ്റെ ദൈവം എന്നറിയുവാൻ, ഇസ്രായേലിൻ്റെ ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ബോധം വരുവാൻ വേണ്ടി ശബാത്തിനെ ഓർത്ത് ആചരിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്ന ഏത് വ്യക്തിയായാലും ശബാത്ത് എന്ന ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ഇത് ദൈവിക സ്വസ്ഥതയാണ്. 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തെ മറന്നു പോകാതെ ആചരിക്കുക, മാനിക്കുക, സ്നേഹിക്കുക. സകല ജോലികളും മാറ്റിവെച്ച്, സകല ദ്രവ്യാഗ്രഹ മോഹങ്ങളും മാറ്റിവെച്ച്, കൊടുക്കുവാങ്ങലൊന്നുമില്ലാതെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നേ ദിവസം ഇരിക്കുക. ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ശബാത്തിൻ്റെ ആ സ്വസ്ഥതയുടെ ദിവസങ്ങൾ എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. ആ ദിവസം ശനിയാഴ്ച ദിവസമാണ്, ഞായറാഴ്ച ദിവസമല്ല, ശനിയാഴ്ച ദിവസമാണ്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുന്ന ഏത് വ്യക്തിയായാലും അത് ശനിയാഴ്ച ദിവസമാണ് ദൈവിക സ്വസ്ഥത. അന്നാണ് ആരാധന നടത്തേണ്ടത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം കൽപ്പനകൾ കിടപ്പുണ്ട്. വായിച്ച് മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകം 31-12 മുതൽ ശബാത്തിനെ ശുദ്ധീകരിക്കുക, അന്നൊരു വേലയും ചെയ്യരുത്, കൊടുക്കുവാങ്ങലൊന്നും നടത്താതെ ദൈവത്തിൻ്റെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിലും ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം എന്നുള്ളത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തെ ആണ് വിളിക്കുന്നതെങ്കിൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.